ഒരാൾക്ക് സൂര്യനിൽ പുത്രൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ട് ചിന്തിക്കേണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പ്. സൂര്യന്റെ കൊച്ച എന്തൊക്കെ തയ്യാറെടുപ്പ് വേണ്ടത്? ഇപ്പൊ ഒരു പെൺകുട്ടി അതിന് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ അതിന് വേണ്ടി വരും? അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ പാടില്ല. മത്സ്യമാംസവും ലഹരി പദാർത്ഥവും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇനി ഉപേക്ഷിക്കണമെന്നാണ് അതോ നേരത്തെ തൊട്ടേ ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് എന്നെ മീറ്റ് ചെയ്യോ അന്ന് മുതൽ ഉപേക്ഷിച്ചാൽ മതി. അതിന് മുമ്പ് വരെയുള്ളത് പൊക്കോട്ടെ. സൂര്യഭഗവാൻ മത്സ്യമാംസാദികൾ പാടില്ല. ആദ്യമേ കഴിച്ചോട്ടെ, പിന്നെ സ്വാമിജിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പിന്നെ കഴിക്കരുത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു 6 മന്തിന്റെ പ്രാക്ടീസ് അതിനകത്ത് പറഞ്ഞു. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർ സൂര്യൻ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള ആഗ്രഹം എന്താണെന്ന് സൂര്യൻ ചോദിക്കും. അപ്പോൾ സംഭവം ഈ 6 മാസത്തെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് സൂര്യനായിട്ട് അവർ സംസാരിച്ചിട്ട് കൊച്ചിനെ വേണമെന്ന് പറയും. എന്നിട്ട് അപ്പോൾ സൂര്യൻ പറയും നിങ്ങൾ സൂര്യന് പുത്രൻ ഉണ്ടാവും, പക്ഷെ ഗുരുവിന്റെ പെർമിഷൻ വേണം. എന്റെ ചാവി ഇട്ട് കൊടുത്താൽ, ചാവി എന്ന് ഉദ്ദേശിച്ച് എന്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് കുട്ടി ഉണ്ടാവുള്ളൂ. ചാവി വേണം. ചാവിൻ്റെ പരിപാടിയൊന്നും നടക്കൂലല്ലോ, ചാവി വേണം. അപ്പം ഗുരുവിൻ്റെ ചാവി അവിടെ കൊടുക്കണം. ഗുരു അവസാനം പെർമിഷൻ കൊടുക്കും, എന്നിട്ട് കുരു കടാക്ഷിക്കും. ഇന്നൊരു കുട്ടി അങ്ങനെ ഉണ്ടായിരിക്കട്ടെ, അതിനെ ബഹുജനം പല വിധമാണ്. ഒരു പക്ഷേ ജനങ്ങൾ പറയും അത് വേറെ ആരുടെയെങ്കിലും കൊച്ചാണ്, അതല്ലെങ്കിൽ ഗുരുജിയുടെ കൊച്ചാണ്, അതോ അല്ലെങ്കിൽ സൂര്യന്റെ കൊച്ചാണെന്നുള്ള എന്താ തെളിവ്, DNA ടെസ്റ്റ് നടത്തും. ഇങ്ങനെ അനാവശ്യമായ ചർച്ചയിലേക്ക് പോകും. നമുക്കതല്ല വേണ്ടത്. കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അങ്ങനത്തെ ടെസ്റ്റിനോ കാര്യത്തിനോ ഒന്നും പോകരുത്. അവസാനം സൂര്യൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഗുരു എടുത്ത് പറഞ്ഞത്. അങ്ങനത്തെ നാട്ടുകാരിങ്ങനെയൊക്കെ പറയും, നമ്മളതൊന്നും ഇതാക്കാൻ പറ്റുന്നത് വിശ്വാസം, അതല്ലേ എല്ലാം. എന്തായാലും സൂര്യൻ്റെ കൊച്ച് ഗുരു കടാക്ഷിക്കും അവസാനം. ഇത് കേട്ടിട്ട് ആരൊക്കെ ചെന്ന് കാണുമല്ലേ? ആരെങ്കിലുമൊക്കെ ചെന്ന് കാണോ സൂര്യൻ്റെ കൊച്ചിനാണോന്ന് പറഞ്ഞിട്ട്? അങ്ങനെ വല്ല ന്യൂസും ഉണ്ടോ ഈ ഗുരുവിൻ്റെ അടുത്ത്? എന്നാലും കൊള്ളാം. സൂര്യൻ്റെ കൊച്ചിന് വേണ്ടി നമ്മളെ ഈ ഗുരുവിൻ്റെ പേരെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുരുവിനെ സമീപിച്ച് കഴിഞ്ഞാൽ